യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും അതിന് കഴിയാത്തവർക്ക് അതൊരു സ്വപ്നം മാത്രമാണല്ലേ. എന്നാൽ ആ സ്വപ്നയാത്ര നടത്തിയിരിക്കുകയാണ് വയനാട്ടിലെ ഭിന്നശേഷിക്കാരായ 15 വിദ്യാർത്ഥികൾ. സർവശിക്ഷ കേരളയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ഇടം എന്ന യാത്രാ കൂട്ടായ്മയും ചേർന്നാണ് ഈ സ്വപ്നയാത്രയ്ക്ക് നിറം നൽകിയത്. ടീം 1 ഞങ്ങളിപ്പോൾ ചീങ്കേരി മല കയറാൻ പോവുകയാണ്. പരിമിതികളിൽ പതരാതെയുള്ള ചിരിയാണിത്. സമുദ്രനിരപ്പിൽ നിന്നും 2600 അടി ഉയരത്തിലുള്ള ചിങ്ങേരി മലയിലെ കാഴ്ചകൾ കണ്ടും കയറുകൾ പിടിച്ചു കയറിയുമായിരുന്നു അവരുടെ യാത്ര. മലമുകളിലെത്തിയപ്പോൾ അവരുടെ സ്വപ്നം പോലെ ആകാശം തൊട്ടുള്ള കാഴ്ചകൾ. വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുമ്പോഴും മലനിരകളും ആകാശക്കാഴ്ചകളുമെല്ലാം അവരുടെ സ്വപ്നം മാത്രമായിരുന്നു. യാത്രകൾ ആഗ്രഹം മാത്രമായിരുന്നു ഇവരാണ് സ്വപ്നം കണ്ടതിനേക്കാൾ ഉയരത്തിലേക്ക് യാത്ര നടത്തിയത്. മലമുകളിലെ ഇളം കാറ്റേറ്റ് ആകാശക്കാഴ്ചകൾ കണ്ട് അവർ മനസ്സ് നിറഞ്ഞു ചിരിച്ചു. അതിരുകൾക്കപ്പുറമുള്ള ഈ യാത്ര ഭിന്നശേഷിക്കാരായ കുരുന്നുകളുടെ ആദ്യ അനുഭവമായിരുന്നു. നിന്നോളം മഴയെല്ലാം വെയിലായി കൊണ്ടടി, മാറത്തോറും മഴവില്ലായി വളരെ കൺമണി. വീൽചെയറിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുൾപ്പെട്ട ഭിന്നശേഷിക്കാരായ 15 വിദ്യാർത്ഥികളാണ് ചിങ്ങേരിമല മുകളിലേക്ക് വെല്ലുവിളികളെ അതിജീവിച്ച് സാഹസിക യാത്ര നടത്തിയത്. 10നും 18നും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരെല്ലാം. SSKയും ഇടം യാത്രാ കൂട്ടായ്മയും DTPCയും കൈകോർത്തപ്പോഴാണ് കുരുന്നുകളുടെ സ്വപ്നയാത്രകൾ സഫലമായത്. ഒരുപാട് മലകളുടെ മുകളിൽ വീൽചെയറുകൾ കയറാൻ ഇത് പ്രചോദനമാകുമെന്ന് ഇടം യാത്രാ കൂട്ടായ്മയുടെ സെക്രട്ടറി അഗസ്റ്റിൻ പുൽപ്പള്ളി പറയുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്വപ്നങ്ങൾ കണ്ട് കിട്ടിയ ഒരു അവസ്മരണീയ മുഹൂർത്തം എന്ന് തന്നെ പറയാം. കണ്ണ് നിറയുമായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും. അതായത് ആ കുട്ടികൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ മാത്രം ഞങ്ങൾക്ക് മതി, നമ്മൾക്ക് മതി. ഇനി ഇതുപോലത്തെയുള്ള ഒരുപാട് മലകളുടെ മുകളിൽ ഇതുപോലെ ഒരുപാട് വീൽചെയറുകൾ കയറി ഇറങ്ങാൻ വേണ്ടി. ജില്ലയിലെ 3 BRCകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മല കയറിയത്. നടക്കാൻ സാധിക്കാത്തവർ 2-3 പേരുടെ സഹായത്തോടെയാണ് മല കയറിയത്. ശേഷം മലമുകളിൽ നിരപ്പായ സ്ഥലത്ത് വീൽചെയർ ഇട്ടാണ് കാഴ്ചകൾ കാണാൻ അവസരമൊരുക്കിയത്. കുട്ടികളുടെ സുരക്ഷ ഉൾപ്പെടെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു യാത്ര. പക്ഷേ യാത്രയൊരുക്കിയ പ്രതിനിധികൾ ഒരുമിച്ച് നിന്നതോടെ കുട്ടികൾ സുരക്ഷിതമായി മലമുകളിലെത്തി. ശാരീരിക വെല്ലുവിളികളെ മറികടന്ന് മലമുകളിലെ കാഴ്ചകൾ അവർ ആസ്വദിച്ചപ്പോൾ കൂടെ നിന്നവരുടെ മനസ്സു നിറഞ്ഞു. ന്യൂസ് മലയാളം, വയനാട്.